ബ്ലാക്ക് ബാഗ് ഹോൾ എന്ന് വേണം പറയാൻ. അപ്പോൾ ഇതിന് ഇത്രയും ബാഗ് അതിൻ്റെ കളക്ഷൻ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇതിനുള്ളിൽ ലാപ്പുള്ളത് ഭയങ്കര വെയിറ്റ് ഉണ്ട്. ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മീഷോ ഹോളോ ആയിട്ടാണ് കേട്ടോ. ഞാൻ വാങ്ങിച്ച കുറച്ച് ബാഗ്സ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലേക്ക് പോയാലോ. നന്നായിട്ട് കേട്ടോ, മറ്റേ പാക്കേജൊക്കെ പറഞ്ഞ നല്ല രീതിയിലാണ് കേട്ടോ. അത് കറക്റ്റ് ആ പ്രൊഡക്റ്റിന് ഇതൊക്കെ വെച്ചിട്ട് സെക്യൂർ ചെയ്തിട്ടൊക്കെ കേട്ടോ ബാഗ് പറഞ്ഞേ. ഓ വള്ളിയൊന്നുമില്ലേ? ഓ വള്ളിയുണ്ട്, ഇതിനുള്ളിലായിപ്പോയി. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫസ്റ്റ് വൺ വരുന്ന ബാഗ്. ഇതിനുള്ള ഒരു മറ്റേ എന്താ ത്രെഡും കൊണ്ട് വരുന്ന ഒരു ഇതൊക്കെ വന്നിട്ട് നല്ല ബാഗാണ്. ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാട്ടെ, ഞാൻ കൊടുത്തേക്കാം റേറ്റ് എത്രയാണുള്ളത്. എന്തായാലും ബിലോ 399 ആണ് കേട്ടോ. ഞാൻ ഇപ്പോൾ വാങ്ങിക്കുന്ന എല്ലാ ബാഗും 399 ആണ്. ഇതിൻ്റെ അകത്ത് ഒരു സിംഗിൾ കമ്പാർട്ട്മെൻറ്റേ വരുന്നുള്ളൂ. സിബല്ല, മറ്റേ ഒരു ബട്ടൺ ടൈപ്പ് ഒരു ഇതാണ് കേട്ടോ. ഇങ്ങനത്തെ രണ്ടെണ്ണം വരുന്നുണ്ട്, രണ്ട് സൈഡിലായിട്ട് വരുന്നുണ്ട്. സിബില്ല. ഇതിന് ഉള്ളിലും ചെറിയൊരെണ്ണം കാണുന്നുണ്ട്. അതായത് ചെറുതൊരെണ്ണം, അതിനും സിബൊന്നുമില്ല, ജസ്റ്റ് വെറുതെ ഒരു കമ്പാർട്ട്മെൻറ്റേ ഉള്ളൂ. ഞങ്ങളിതിന് നമ്മുടെ സ്ഥലത്ത് പറയണത് കള്ളി എന്നാണ് കേട്ടോ. നിങ്ങളുടെ അവിടെ ഓരോ അറകൾക്ക് പറയണത് കള്ളികൾ, ഓരോ കള്ളി, വലിയ കള്ളി, ചെറിയ കള്ളി, ഉള്ളിലത്തെ കള്ളി എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളെന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ്, അതായത് ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നല്ല സ്പേഷ്യസ്. എൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഞാൻ ആ ടൈമിൽ യൂസ് ചെയ്യുന്ന ഏത് ബാഗാണോ ആ ബാഗിലായിരിക്കും എൻ്റെ എല്ലാ സാധനവും ഉണ്ടാവുക. ഇപ്പോൾ ഞാൻ ഓഫീസിൽ കൊണ്ടുവന്ന ബാഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ബാഗ് എന്ന് വെച്ചാൽ എൻ്റെ എല്ലാം ഉണ്ടാവും. എൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം അതിനുള്ളിൽ ഇട്ടിട്ടേ പോവുള്ളൂ. ഒരു വീട് തന്നെ ഉണ്ടാവും എൻ്റെ ബാഗിൻ്റെ അകത്ത്. അത്രയ്ക്ക് വെയിറ്റും ഉണ്ട്, ചുമന്നിട്ടാണ് ഞാൻ നടക്കുന്നത്. അപ്പോൾ എല്ലാ സാധനങ്ങളും വലിച്ച് വാരി ഇട്ടുകൊണ്ട് പോകാൻ പറ്റുവാണെങ്കിൽ അതിന് പറ്റുന്ന ടൈപ്പ് ഒരു ബാഗാണ് കേട്ടോ ഇത്. യെസ്, കാണുന്നില്ലേ? കാണിച്ചുതരാം. നല്ല ബാഗാണ്, രസമുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് ഇതാണ് കേട്ടോ. ഇപ്പം ഞാൻ എവിടെ നോക്കിയാലും ഈ ബാഗ് കാണണേ. കുറേ വീഡിയോസിലും കുറേ ആൾക്കാർക്ക് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നല്ല എക്സ്പെൻസീവായ ഒരു ബ്രാൻഡിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വേർഷനാണ് പറയാം. ഇതും ബിലോ 399 ഉള്ളൂ. ഇതാണ് കേട്ടോ നെക്സ്റ്റ് ബാഗ്. ഇതിന് സിപ്പാണ് കേട്ടോ ഉള്ളത്. ആൻഡ് ഇതിൻ്റെ ഉള്ളിലും ഒരു സിബിൻ്റെ ഒരു സീക്രട്ട് കമ്പാർട്ട്മെൻറ്റ് പോലെയുണ്ട്. വേറൊരു ഇപ്പുറ സൈഡിൽ വെറുതെ സിബില്ലാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കാൻ, ഇപ്പോൾ ഫോണൊക്കെ ആണെങ്കിലും എടുത്ത് വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു കമ്പാർട്ട്മെൻറ്റ്, ചെറിയൊരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ട് കേട്ടോ. അത് സിബൊന്നുമില്ല, പ്ലെയിൻ ആണ് കേട്ടോ. ഓക്കെ, ആൻഡ് ഇതും അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഞാൻ വാങ്ങുന്ന ബാഗൊക്കെ സ്പേഷ്യസ് ആവാൻ നോക്കും കേട്ടോ. ഞാൻ എല്ലാ സാധനങ്ങളും അതിനുള്ളിൽ ഇട്ടിട്ടല്ലേ പോണേ. അപ്പോൾ എനിക്ക് അത്യാവശ്യം വലിയ ബാഗ് വേണം എൻ്റെ സാധനങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട്. പിന്നെ എൻ്റെ ഒരു മെയിൻ കൺസേൺ എന്ന് വെച്ചാൽ എൻ്റെ ലാപ്ടോപ്പ് കയറണമെന്നായിരുന്നു. ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, റേറ്റ് കുറവല്ലേ, അപ്പം ലാപ്ടോപ്പ് ഇട്ട് കഴിഞ്ഞാൽ താങ്ങുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഭയങ്കര സ്ട്രോങ് ആണ്. ലാപ്ടോപ്പ് കയറുമോ നോക്കാം. എനിക്ക് ലാപ്ടോപ്പ് കയറിയാൽ മതി. അത്യാവശ്യം വലിയ സാധനം എന്നുള്ളത് ലാപ്ടോപ്പാണല്ലോ. പിന്നെ എൻ്റെ വാട്ടർ ബോട്ടിലും ഇത് ലാപ്ടോപ്പ് കയറും. ഞാൻ എന്താ സുഖമായിട്ട് കയറും ലാപ്ടോപ്പ്. എൻ്റെ ലാപ്ടോപ്പ് കയറി. എന്നിട്ടും ഇഷ്ടംമാതിരി സ്പേസ് ഉണ്ട്. എൻ്റെ വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സും ഒക്കെ വയ്ക്കാൻ അത്യാവശ്യം ഓഫീസിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ, ഓഫീസ് യൂസിനൊക്കെ പറ്റുന്ന ഒരു ഹാൻഡ് ബാഗാണ് കേട്ടോ. അപ്പം എല്ലാം ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണ് കേട്ടോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ തപ്പി എനിക്ക് ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങണം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയൊരു ബാഗാണ് കേട്ടോ ഇത്. കുറേ വീഡിയോസിലും കുറേ ആൾക്കാർ യൂസ് ചെയ്യുന്ന കണ്ടു ഈ ബാഗ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങി നോക്കിയതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് ലാപ്ടോപ്പ് എന്ന് വെച്ചാൽ പൊട്ടിപ്പോയില്ല. നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു ബാഗാണ് കേട്ടോ. ഇത് കുറച്ചുകൂടെ ചെറിയതാണ്. ഞാൻ അതിൻ്റെ അകത്ത് ഫോട്ടോയിൽ കണ്ട അത്രയും വലിപ്പമില്ല ഇതിന്. ഇതിൽ ലാപ്പൊന്നും കയറൊന്നുമില്ല, ചെറുതാണ്. ഇപ്പം അത്യാവശ്യം അടിയിൽ പോകണമെങ്കിൽ ഉണ്ടാകാൻ പറ്റുന്ന ടൈപ്പ്
ഒരു ബാഗാണ്. ബട്ട് ഇതിന് സിബ് വരുന്നുണ്ട് കേട്ടോ. ഇതിന് ഇതാ സിബ്ബാണ് വരുന്നത്. ഇതും ഒറ്റ കള്ളിയേ ഉള്ളൂ ഇതിലേക്ക്. ഇത് അത്ര സ്പേഷ്യസ് എന്നാലും ഉണ്ട്. ഇതാടിയിട്ടുണ്ട്. എൻ്റെ സാധനങ്ങളൊന്നും ഇതിൽ മൊത്തം കൊള്ളത്തില്ല. ഞാൻ വാരി വലിച്ചിട്ടുണ്ട് പോകുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യം നമുക്കൊക്കെ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോകാൻ വേണ്ടി എടുത്തിട്ട് പോകാൻ പറ്റിയൊരു ബാഗാണ്. ഇതാണ് കേട്ടോ ബാഗ്. ഇത് വെറുതെ ഒരു പ്ലെയിൻ ഒന്നുമില്ല, ജസ്റ്റ് ഒരു സിബിട്ടിട്ട് എല്ലാവരുടെ പറക്കിടാനുള്ള സാധനം അത്രയേ ഉള്ളൂ. വേറെ എക്സ്ട്രാ ഒരു ചെറിയ കള്ളി പോലും ചെറിയ കമ്പാർട്ട്മെൻറ്റ് പോലും ഇല്ല. ജസ്റ്റ് ഒരു 1 സിബിലുള്ള സാധനമാണ്. അടുത്തതും ഒരു ബ്ലാക്ക് കളർ ബാഗ് തന്നെയാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് കളർ ബ്ലാക്കാണ്. അപ്പോൾ ഞാൻ എന്തെടുത്താലും ഇപ്പോൾ ബാഗൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രൗൺ കളർ ഷെയ്ഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെ ഒപ്പം മാച്ച് ചെയ്യാമല്ലോ. അപ്പം ഞാൻ എന്തെടുത്ത് വന്നാലും ബാഗൊക്കെ ഞാൻ എപ്പോഴും ബ്ലാക്ക് കളർ ചൂസ് ചെയ്യാൻ നോക്കും. എനിക്ക് ബ്ലാക്കിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ കണ്ടത് വെച്ച് നോക്കിയപ്പോൾ ഞാൻ കുറച്ചുകൂടെ സൈസ് പ്രതീക്ഷിച്ചായിരുന്നു. ഇതിൽ ലാപ്ടോപ്പ് കയറുമോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ്. ഇങ്ങനൊരു പാറ്റേൺ ഒക്കെയാണ് വരുന്നത്. ചെറിയൊരു ബാക്കിൽ ചെറിയൊരു സിബുണ്ട്. നമുക്ക് ക്യാഷൊക്കെ അത്യാവശ്യം ഇത് അത്യാവശ്യം ഉണ്ട് കേട്ടോ. സ്പേഷ്യസ് ആണ്. ക്യാഷൊക്കെ വെക്കാം, ഫോണൊക്കെ വെക്കാവുന്ന രീതിയിലുള്ള കാരണം. പിന്നെ ഉള്ളിൽ വന്നിട്ട് സിബാണ്. അപ്പം ഒരെണ്ണം മാത്രമേ ഞാനിപ്പോൾ വാങ്ങിയതില്ല. ഫസ്റ്റ് വൺ മാത്രമേ സിബില്ലാത്ത ബട്ടൺ വെച്ചിട്ടുള്ള കമ്പാർട്ട്മെൻറ്റ് ബാഗുള്ളൂ. സിബുള്ളതാണ്, ബാക്കിയെല്ലാം സിബുള്ളതാണ്. കുറച്ച് പേപ്പറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അവർ. ഓക്കെ, അപ്പം ഇത് ഇതിനുള്ളിൽ സിബാണ് ഉള്ളത്. സിബ് കമ്പാർട്ട്മെൻറ്റ് ആവണം, ഒരു വലുത് ഒരെണ്ണം സിബാണ്. ആൻഡ് ഇത് അത്യാവശ്യം സ്പേഷ്യസ് ആണ്. നമുക്ക് അത്യാവശ്യം കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. ആൻഡ് ഇതിനുള്ളിലും ഒരു ചെറിയൊരു സിബ് അറയുണ്ട്, ചെറിയൊരു കള്ളിയുണ്ട്, സീക്രട്ട് കള്ളിയുണ്ട്. ഇപ്പുറ സൈഡിൽ മറ്റേ ബാഗിൽ കണ്ടതുപോലെ തന്നെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. ഇതുപോലെ സിബൊന്നുമില്ല, പ്ലെയിൻ ആയിട്ടൊരു സ്പേസ് ഉണ്ട്. ഞാൻ ഇത് കണ്ടപ്പോൾ കുറച്ചുകൂടെ വലുതാ വിചാരിച്ചു ഫോട്ടോയിൽ. ഇതാണ് കേട്ടോ. ഇനി അടുത്ത് വരുന്നത് ഇത്ര നേരം കാണിച്ചത് നമുക്കൊരു ഹാൻഡ് ബാഗ്, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള എല്ലാ സാധനവും കൊണ്ടുപോകാൻ പറ്റിയൊരു ബാഗ് കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഒരു സ്ലിംഗ് ബാഗ്. ഇതൊരു സ്ലിംഗ് ബാഗാണ് കേട്ടോ. ഇതാണ് കേട്ടോ പറഞ്ഞത്. ഇത് നന്നായിട്ടുണ്ട്, ഭയങ്കര രസമായിട്ടുണ്ട്. ഇതാ ഒരു ചെയിൻ, എന്താ പറയുക, ചെയിനൊക്കെ പോലെ വന്നിട്ട് ഇതാണ്. ഇതിനുള്ളിൽ എക്സ്ട്രാ ലെങ്ത് ആഡ് ചെയ്യാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ കണ്ടായിരുന്നു. യെസ് ഉണ്ട്. ആൻഡ് ഓക്കെ, ഇതാണ് എക്സ്ട്രാ ലെങ്ത് ആഡ് ചെയ്യാൻ വേണ്ടി. ആൻഡ് ഇതിൻ്റെ ഇപ്പോൾ ഒരു ചെറിയൊരു പൗച്ച് ഇങ്ങനെ വരണുണ്ട് കേട്ടോ. ഇത് അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിൻ്റെ ഒരു സെയിം ഐറ്റം H&Mൽ ഒരെണ്ണം ഞാൻ കണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഡ്യൂപ്പ് തപ്പി നടന്നപ്പോൾ കിട്ടിയതാണ് ഇത്. 200 ഉള്ളൂ ഇതിന്. ഇത് സെയിം എക്സാക്ട് കോപ്പിയാന്ന് പറയാം ആ H&Mലെ ബ്രാൻഡ്. അതിനെത്രയായിരുന്നു? ഒരു 1700 2000 അടുത്താന്ന് തോന്നുന്നു അതിന്. ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്, സെയിം എക്സാക്ട് പോലെ ഉണ്ട് ഇത് കണ്ടിട്ട്. ഞാൻ ഇതിൻ്റെ ഇത് ആഡ് ചെയ്തു. ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് എക്സ്ട്രാ അതിനുള്ളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെറുത് ഒരു ഹാങ്ങിങ് കൊണ്ട് ആൻഡ് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് കൊണ്ട് എക്സ്ട്രാ ഒരു പൗച്ച് ഇതിൻ്റെ ഒപ്പം ഉണ്ട് കേട്ടോ. ഒരു പൗച്ച് ഇതിൻ്റെ ഒപ്പം ഉണ്ട്. ഇത് കൊള്ളാം. നമുക്ക് ഇതും പൗച്ച് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കോയിനൊക്കെ അല്ലെങ്കിൽ ക്യാഷൊക്കെ ഇടാൻ പറ്റുക. സിബ് കമ്പാർട്ട്മെൻ്റ് ആണുള്ളത്. എനിക്കിഷ്ടമായി. നൈസ്. എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും മൊത്തം ബ്ലാക്ക് ആണല്ലോ, എങ്ങനെ വന്നാലും ലാസ്റ്റ് ബ്ലാക്കിലേക്ക് തന്നെ എത്തും. ഞാൻ പല കളറൊക്കെ ഓർഡർ ചെയ്യണം, വേറെ വേറെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുള്ളത് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എന്ത് വന്നാലും ലാസ്റ്റ് എനിക്ക് ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രൗൺ ഒക്കെ അല്ലേ ബാഗ് കുറച്ച് ഭംഗി. എനിക്കങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. ഇതും നൈസായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടത്.
ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ലിങ്ക് വേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.